നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത നെല്ലായിയിൽ മിനി ലോറി ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. മുപ്ലിയം സ്വദേശി കുളങ്ങര വീട്ടിൽ 92 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 9:30 സംഭവം. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. പരേതയായ റോസിയാണ് ഭാര്യ. ജസ്റ്റിൻ, ആൽഡ്രിൻ, സ്റ്റാൻഫൻ, ജാനറ്റ്, ജിൽജറ്റ് എന്നിവർ മക്കളും സൻഷി, മിനിജ, സ്മിത, ഡേവിസ്, റോബിൻ എന്നിവർ മരുമക്കളുമാണ്. ദേശീയപാത മരത്താക്കരയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് 5 പേർക്ക് പരിക്ക്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ബസ് ഡ്രൈവർ ചേർത്തല സ്വദേശി രാകേഷ്, ബസ് ജീവനക്കാരൻ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ, യാത്രക്കാരായ കൊല്ലം സ്വദേശി പ്രശാന്ത്, ആറ്റിങ്ങൽ സ്വദേശി രാഹുൽ, തമ്പാനൂർ സ്വദേശി ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരുവനന്തപുരം ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലെ സർവീസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എത്തിച്ച ടോറസ് ലോറിയുടെ പിറകിലാണ് ബസ് ഇടിച്ചത്. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മുപ്ലിയം ICS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ മെറിറ്റ് ഡേ നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വിപിൻ ആന്റണി P അധ്യക്ഷത വഹിച്ചു. NIT കോഴിക്കോട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി ഡോക്ടർ രാമചന്ദ്രൻ നൊട്ടത്ത് മുഖ്യാതിഥിയായി. തുടർന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ P വിപിൻ ആന്റണി ബിരുദധാരികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഡോക്ടർ ബ്രാവലിൻ ജിജു, പ്രൊഫസർ ലിസ് ഷാനി ജോൺ എന്നിവർ പ്രസംഗിച്ചു. വാഹനാപകടത്തിൽ മരിച്ച അപ്പോളോ ടയേഴ്സ് CITU തൊഴിലാളി ഭാസ്കരന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി CITU യൂണിയൻ. 10 ലക്ഷം രൂപയുടെ ചെക്ക് അപ്പോളോ ടയേഴ്സ് CITU യൂണിയൻ പ്രസിഡന്റ് MM വർഗീസ്, വർക്കിംഗ് പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA, ജനറൽ സെക്രട്ടറി സന്തോഷ് K ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭാസ്കരന്റെ ഭാര്യ സുഷമയ്ക്ക് കൈമാറി. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,965 രൂപയും പവന് 1,11,720 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുലം മാഞ്ഞൂർ കാഞ്ഞിലി രാമൻ നായർ മകൾ പാറുക്കുട്ടിയമ്മ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. റിട്ടയേർഡ് അഡീഷണൽ വില്ലേജ് ഓഫീസറായിരുന്നു. സംസ്കാരം നടത്തി. രാജേഷ്, സുരേഷ്, കുമാർ, ഷീജ, പരേതയായ ഷീബ എന്നിവർ മക്കളും പത്മ, പങ്കജാഷൻ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.